ഹായ് ഫ്രണ്ട്സ്, നമുക്കേ എപ്പോഴും നോൺ വെജ് കഴിക്കാൻ പറ്റണം എന്നില്ല അല്ലേ. നോൺ വെജ് കഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടാകും. ചിലർ നോൺ വെജ് ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്തവർ തന്നെ ഉണ്ടാകും. ഒരു മുട്ടയെങ്കിലും വറുത്ത് കിട്ടിയിരുന്നെങ്കിൽ ഭക്ഷണം കഴിക്കാമെന്ന് ചിന്തിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എനിക്കും ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്, നോൺ വെജ് ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളവർ. അപ്പം ഞാൻ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് നോൺ വെജിന് പകരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സോയ ചങ്ക്സ് ആണ് പ്രിഫർ ചെയ്യാറ്. അപ്പം ഞാൻ എങ്ങനെയാണ് സോയ ചങ്ക്സ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തക്കാളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കണം. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ വേണ്ട കേട്ടോ. തക്കാളി ചേർത്ത് വേറൊരു ടേസ്റ്റാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ തക്കാളി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളിയും കൂടെ വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് പൊടികളിലേക്ക് കിടക്കാം. 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ മുളകിന് അത്ര വലിയ എരിവില്ല എന്നുള്ളതുകൊണ്ട് 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം. എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടില്ല. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് പൊടികളുടെ മൂപ്പിച്ചെടുക്കാവേ, പച്ചമണം മാറുന്നവരെ. ഇനി കുറച്ചൊക്കെ ഒരു കുരുമുളകിൻ്റെ ഒക്കെ കുത്തലുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് വലിയ സോയാ ചങ്ക്സ് ആണ്. അതുകൊണ്ട് തന്നെ സോക്ക് ചെയ്തിട്ട് അത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ സോക്ക് ചെയ്തിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി പിഴിഞ്ഞെടുത്താൽ മതി. ഇനി സോയാ ചങ്ക്സും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഞാൻ കുറച്ച് നേരം മൂടി വെച്ചിട്ട് അപ്പുറത്തേക്ക് പോയ സമയത്ത് ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് അതിനകത്ത് വെള്ളം ഒഴിച്ചു. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആൾ തന്നെ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഗരം മസാലയാണ്, നമ്മൾ മസാലക്കൂട്ട് വാങ്ങിച്ചിട്ട് പൊടിപ്പിച്ചതാണ് വീട്ടിൽ. അതുകൊണ്ട് ചിക്കൻ മസാല, മട്ടൻ മസാല അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഗരം മസാലക്കൂട്ട് വാങ്ങിച്ച് പൊടിച്ച പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിനകത്ത് വെള്ളമൊക്കെ വറ്റി അതൊരു റോസ്റ്റ് പരുവമായി വരുമ്പോഴത്തേക്കും ഞാൻ പ്രിപ്പയർ ചെയ്യണ സോയ ചങ്ക്സ് റെഡിയാണ്. ചപ്പാത്തിയോട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. എന്തായാലും പ്രിപ്പയർ ചെയ്ത് നോക്കാം.